ഈശ്വരേറ്റം സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിൻ്റെ 37-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്നേ ദിവസം ദൈവതിരുസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തോട് ചേർന്ന് തന്നെയാണോ എന്നൊന്ന് ചിന്തിക്കുക. ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുന്ന, ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും വരങ്ങൾക്കും ദാനങ്ങൾക്കും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? പ്രിയമുള്ളവരെ, അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് മുതൽ ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ എണ്ണിയാൽ തീരാത്ത അത്രയും അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം, നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങൾ, അവയൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ കഴിവുകളല്ല, ദൈവത്തിന്റെ കരുണയാണ്, കൃപയാണ് എന്നുള്ള ഒരു ബോധ്യം മനസ്സിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളാവട്ടെ, അതെല്ലാം കർത്താവിന്റെ കൃപയ്ക്ക് കീഴിലാണ് മുന്നോട്ട് പോകുന്നത്, കർത്താവ് നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. കാരണം നമുക്കറിയില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചിലപ്പോൾ സഹനങ്ങളായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാം. പക്ഷേ നമ്മളാരും വീണു പോകാതെ ദൈവം നമ്മെ താങ്ങി നിർത്തുന്നുണ്ട്. ദിനവൃത്താന്തത്തിന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 8-ാം തിരുവചനം ഇങ്ങനെ പറയുക: കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ദൈവത്തിന് നന്ദി പറയാനായിട്ട് ഒരിക്കലും മറക്കരുത്. ഓരോ ദിവസവും നമ്മൾ ഓരോ പ്രഭാതത്തിൽ നമുക്കറിയാം, നമ്മൾ കണ്ണുകൾ തുറന്ന് പുതിയൊരു പ്രഭാതത്തെ നമ്മൾ സ്വീകരിക്കുന്നു. അല്ലെങ്കിൽ ഓരോ രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ നമുക്കറിയില്ല മറ്റൊരു ദിവസം നമ്മൾ കാണുമോ എന്ന്. പക്ഷെ നമ്മൾ കാണുന്നു. നമ്മൾ പോകുന്ന വഴിക്കൊന്ന് കാലുതട്ടി വീണാലും മതി, പക്ഷേ നമ്മൾ അങ്ങനെ വീണ് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. പക്ഷെ ഇതെല്ലാം ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്, അല്ലെങ്കിൽ അവിടുത്തെ ശക്തി കൊണ്ടാണ് എന്നുള്ള ഒരു തിരിച്ചറിവും ബോധ്യവും നമുക്കുണ്ടാകണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 1-ാം തിരുവചനം ഇങ്ങനെ പറയുക: പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും, അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ ഞാൻ വിവരിക്കും. കാരണം ഇതെല്ലാം ജീവിതത്തിന്റെ ഓരോ മേഖലയിലും നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം അത്ഭുത പ്രവർത്തികൾ തന്നെയാണ്. കാരണം നമുക്ക് തന്നെ നമ്മുടെ കഴിവല്ല ശ്വസിക്കുക, അല്ലെങ്കിൽ ജീവശ്വാസം ലഭിക്കുക, ഉള്ളിലേക്ക് എടുക്കുക, ഇതൊക്കെ കർത്താവിന്റെ കൃപ കൊണ്ട് തന്നെയാണ്. ആ ഒരു വിശ്വാസത്തിലേക്ക്, ബോധ്യത്തിലേക്ക് വരണം. ഇതിനെയൊക്കെ നമുക്ക് ഖണ്ഡിക്കാനായിട്ട്, എതിര് പറയാനായിട്ടൊക്കെ സാധിക്കും. പക്ഷേ എന്ന് പറഞ്ഞാലും ചിന്തിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടതെല്ലാം നൽകുന്നത് എന്നുള്ള ഒരു ചിന്തയും ബോധ്യവും, അത് ദൈവത്തിന്റെ കരുണയും കൃപയും തന്നെയാണ്. അതിനെപ്പോഴും നന്ദി പറയണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 52-ാം അധ്യായം 9-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്: അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തേക്ക് നന്ദി പറയും. ദൈവം അത്രയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകമായാലും, അതേപോലെ ബൈബിളിന്റെ മറ്റ് പുസ്തകങ്ങൾ അല്ലെങ്കിൽ സുവിശേഷങ്ങൾ എല്ലായിടത്തേക്ക് കടന്നു വന്നാൽ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്ന ഒരു ജനതയെ, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ, ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് അവർ നന്ദി പ്രകാശിപ്പിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച ആ അത്ഭുതങ്ങൾ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദൈവാനുഭവം ഉണ്ടായത് കൊണ്ടാണ് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ദൈവാനുഭവം ഇല്ലാതെയാവുമ്പോൾ, അല്ലെങ്കിൽ തിന്മയുടെ വഴിയിലേക്ക് പോകുമ്പോഴാണ് കർത്താവിന് നന്ദി പറയാൻ കഴിയാതെ വരുന്നത്. യെശയ്യായുടെ പുസ്തകം 38-ാം അധ്യായം 18-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്: പാതാളം അങ്ങേക്ക് നന്ദി പറയില്ല. അതായത് തിന്മയുടെ വഴിയിലേക്ക് പോകുന്ന ആ അവസ്ഥയ്ക്ക്, ആ അവസ്ഥ, പാതാളത്തിലേക്ക് പോകുന്ന അവസ്ഥ ദൈവത്തിന് നന്ദി പറയുന്ന അവസ്ഥയല്ല. മരണം അങ്ങയെ സ്തുതിക്കുന്നില്ല, ജീവിക്കുന്ന അവസ്ഥയാണ് ദൈവത്തെ സ്തുതിക്കുന്ന അവസ്ഥ. യെശയ്യാ 38:19 തുടർന്ന് പറയുന്നുണ്ട്: ജീവിച്ചിരിക്കുന്നവരാണ് അവന് നന്ദി പറയുന്നത്, അവിടത്തേക്ക് നന്ദി പറയുന്നത്. ദൈവത്തിന് നന്ദി പറയുന്നത് ജീവനുള്ളവരാ. കാരണം തങ്ങളുടെ ജീവനെ കാത്തു പരിപാലിച്ചവന് നന്ദി പറയാതിരിക്കാനായിട്ടാവില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഓരോ നിമിഷവും ദൈവത്തോട് നന്ദി നിറഞ്ഞ ജീവിതമാക്കി മാറ്റുക. ദൈവം നൽകിയ ഇത്രയേറെ അനുഗ്രഹങ്ങൾ എല്ലാം ദൈവം നൽകുന്നുണ്ട്. അവയ്ക്കെല്ലാം നിരന്തരം നന്ദി പറയുക. അതോടൊപ്പം എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാതെ പോകുമ്പോൾ ദൈവത്തെ തള്ളിക്കളയുന്ന അവസ്ഥയുണ്ടല്ലോ, അതൊക്കെ മാറ്റണം. ചില സമയത്ത് നമുക്ക് കുറച്ച് സഹനം, രോഗം, ബുദ്ധിമുട്ട് ഇതൊക്കെ വരാം. പക്ഷേ ഒന്ന് ഓർക്കുക, നമ്മുടെ ജീവനെ അവിടുന്ന് കാത്തു പരിപാലിച്ചിട്ടുണ്ട്. നമ്മളാരും തകർന്നു വീണു പോയിട്ടില്ല. അങ്ങനെ വീണു പോകാതെ ദൈവം ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ സ്നേഹത്തെ, ആ ദൈവത്തെ, ആ അപരിമേയ ശക്തിയായ നമ്മുടെ ഈശോയെ സ്നേഹത്തോടെ, ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. ആ ഈശോയോട് ചേർന്ന്, ഈശോയോട് സംസാരിച്ച്, ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങി വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് ഈ നോമ്പുകാലം നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. നല്ല ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.